and subscribe. അപ്പോൾ വെൽക്കം ബാക്ക്. നമുക്ക് ഇനി ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാം. അധികം ഈ ക്ലൈമറ്റിൽ വണ്ടി എടുത്തെല്ലാം കളിക്കുന്നത് റിസ്ക്കാണ്. എന്തും എപ്പോഴും സംഭവിക്കാം. എല്ലാവരും സേഫായി ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്നോ ടയർ സ്റ്റഡ് ചെയ്യണമെന്ന് ഞാൻ പറയൂല, പക്ഷേ എന്തായാലും ഒരു സ്നോ ടയർ നല്ലതാണ്. ഓക്കെ, നമുക്കൊന്ന് കറങ്ങി നോക്കാം. എവിടെയെങ്കിലും വണ്ടി നിർത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി ഒന്ന് നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ വണ്ടി നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർക്കിംഗ് ലോട്ട്സ് ഒന്നും ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. ആക്ച്വലി ഒന്നും കാണാനുമില്ല, അത് വേറെ കാര്യം. റോഡ് ഏതാ പാർക്കിംഗ് ഏതാണെന്നും ഒരു പിടുത്തമില്ല. ഓക്കെ, അവിടെ ഒരു സ്റ്റോപ്പ് സൈൻ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല റോഡാണ് കാണുന്നത്. ഇവിടെയൊക്കെ സ്നോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്മൂത്തായി ബ്രേക്ക് ചെയ്യും. പോയേക്കാം. നമുക്കിവിടെ നിന്ന് നേരെ പോകാം. അധികം കറങ്ങണ്ട. അധികം കറങ്ങിയാൽ ചിലപ്പോൾ പണി കിട്ടിയേക്കാം. ഞാൻ മൈക്ക് യൂസ് ചെയ്തതുകൊണ്ട് പറയുന്നതൊന്നും ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പറയാൻ മാത്രമൊന്നുമില്ല. കാഴ്ചകൾ കാണാനല്ലേ ഉള്ളൂ. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സ്നോൻ്റെ കാഴ്ചകളാണ്. അതൊക്കെ എന്താ പറയുക, കാനഡയിലുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ട് മടുത്തായിരിക്കും. എന്നാലും കാണാത്ത ആൾക്കാർ നാട്ടിലുണ്ടാവുമല്ലോ. അപ്പം കാണാത്തവർ കാണുക. ഒരു ചെറിയ സ്നോ റിമൂവ് ചെയ്യുന്ന വണ്ടി പോകുന്നു. ഈ റോഡൊക്കെ ക്ലിയർ ആയതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സ്നോ ഉള്ള റോഡാണെങ്കിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പ്.
വണ്ടി അവിടെ നിൽക്കുന്നില്ല. ഒരാളിവിടെ ഇരുന്ന് സ്നോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസ്ഥ. ഇവിടെ ഒരു എക്സ്കവേറ്റർ വന്നിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം 9:45. ആയിട്ടുള്ളൂ. അപ്പം ഏകദേശം സ്ഥലങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തുടങ്ങി. ക്ലിയർ ആയി. എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ അപ്പം ക്യാമറ റെക്കോർഡിങ് അവിടെ നിൽക്കും കേട്ടോ. കാരണം പിന്നെ ആ സ്റ്റക്കായെന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അങ്ങോട്ട് പോകാനേ പറ്റില്ല. ഞാൻ ആ റോഡിന് പോകാൻ പറ്റില്ല. അവിടെ ഭയങ്കരമായിട്ട് സ്നോ കിടക്കുന്നു. അവിടെ സ്റ്റക്കാവുന്ന ഉറപ്പാണ്. എവിടെയും കുടുങ്ങി കഴിഞ്ഞാൽ അപ്പം ക്യാമറ റെക്കോർഡിങ് അവിടെ നിൽക്കും. പിന്നെ കുടുങ്ങിയിട്ടൊക്കെ പുറത്തേക്കിറങ്ങാൻ 2 കീ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു പോക്കറ്റ് റോഡിൽ കാര്യമൊക്കെ ഇടും. നല്ല പോക്കറ്റ് റോഡിൽ കംപ്ലീറ്റ് സ്നോ ആണ്. 2 സൈഡിലും മരങ്ങളൊക്കെ. കാഴ്ചയൊക്കെ സുന്ദരമാണ്. പക്ഷേ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ആലോചിക്കേണ്ടത്. ഇനി ഇവർക്ക് ഇതെല്ലാം സാധാരണയായിരിക്കും. ദിസ് ഈസ് ഓൺലി എ നോർമൽ സ്നോ എന്ന് പറയും. ഇങ്ങോട്ടേക്ക് ഒന്ന് പോയേക്കാം. വലിയ കുഴപ്പമില്ല. പിന്നെ കാർ ഓട്ടോമാറ്റിക്കായിട്ട് 4-wheel ഡ്രൈവ് എൻഗേജ് ചെയ്യും. അതുകൊണ്ട് പിന്നെ എവിടെയും കുടുങ്ങുമെന്നുള്ളൊരു പേടിയൊന്നുമില്ല. എന്നാലും ചില സ്ഥലത്ത് റോഡൊന്നും തീരെ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിന് മുന്നേ കുറേ വണ്ടികളൊക്കെ പോയ കലയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം പ്രശ്നമുണ്ടാവില്ല. എന്നാലും നേരെ പോയി നോക്കാം. ഇതൊരു ജംഗ്ഷനാണ്. അപ്പം നമ്മളിവിടെ നിർത്തി നോക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതെ, അതെ. കാർ സ്ലിപ്പായെങ്കിലും കാർ പെട്ടെന്ന് സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല. വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. ചില വീട്ടിൽ ക്രിസ്മസിൻ്റെ ഒക്കെ ലൈറ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഒന്നും മൂവ് ചെയ്തിട്ടില്ല. ഇതും ഒരു ജംഗ്ഷൻ എത്തി. ഇപ്പം നമ്മളിവിടെ നിർത്തി നോക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. താഴേക്ക് വേണം മേലേക്ക് വേണം? താഴേക്ക് അല്ല വേണം, താഴേക്ക് മേലേക്ക് വേണം. കാറിൻ്റെ സ്പീഡ് മീറ്ററിൽ കണ്ട ഫ്രണ്ട് ആൻഡ് റിയറും ഡിഫറൻഷ്യലിൽ പിടുത്തം വരുന്ന കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ പോലും അറിയാതെ ടയർ കൊടുക്കുന്നുണ്ട്. പക്ഷേ കാർ അവിടെ നിന്ന് റിക്കവർ ആയി പോയിരുന്നു. അതാണ് അത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട് വീല് മാത്രമേ കാണിക്കൂ, റിയർ വീൽ എൻഗേജ് ആകുന്നത് കാണിക്കൂല. ഓക്കെ, നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. തൽക്കാലം വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു.
മഞ്ഞിനി 2 മാസത്തേക്ക് എന്തായാലും മഞ്ഞുണ്ടാവും. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനി ഒരുപാട് എടുക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഇനി ഫെബ്രുവരി വരെ എന്തായാലും സ്നോ ഉണ്ടാവും. ഇതിപ്പം ന്യൂ ഇയർ ആവുന്നേ ഉള്ളൂ. ന്യൂ ഇയർ ആയിട്ടില്ല, വി ആർ സ്റ്റിൽ ഇൻ ഡിസംബർ. ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ? അതാ ഒരു സ്നോ ഫ്ലോ വരുന്നത്. ഈ സീസണിൽ ഇവർക്കെല്ലാം കൊയ്ത്താണ്. നല്ല നല്ല വരുവാനില്ലേ? ഓക്കെ, നമുക്കെന്തായാലും സ്ട്രീറ്റ് പോകാം. സെൻട്രൽ ഡെൻ്റൽ ഗ്രൂപ്പ് നമ്മൾ കുറച്ച് ഓവർ റൺ ചെയ്തു. അപ്പം മഞ്ഞിൻ്റെ കാഴ്ചകളിൽ സ്വന്തം വീട് പോലും മറന്നു. അപ്പോൾ നമുക്ക് വല്ല തിരിച്ചു പോയേക്കാം. ഇവിടെ ഒരു പിസ്സ ഷോപ്പുണ്ട്, ഗ്രെക്കോ. ഇവരൊന്ന് ഓപ്പൺ ആണോ? ഓപ്പൺ, അതെ ഓപ്പൺ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഓപ്പൺ ലൈറ്റൊന്നും കത്തുന്നില്ല. ഓപ്പൺ ആയിരിക്കാം. ഓക്കെ, അവൻ അങ്ങോട്ട് പോയി. നമുക്കെന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ഞാനിവിടുന്ന് ഇറങ്ങുമ്പം ഒരാൾ വന്ന് ക്ലീൻ ചെയ്ത് പോയല്ല. അതാണ് വലിയ റിസ്ക് ഇല്ല. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം, വേറെ പല കാഴ്ച. ഓക്കെ, ഈ പാർക്കിങ്ങിലോട്ട് ക്ലീൻ ചെയ്തിടണം. ഓ, കുറച്ച് സാധനങ്ങൾ കണ്ട. ടൂൾ എടുക്കണം. പിന്നെ നേരത്തെ വാങ്ങിച്ചൊരു ചായ ഉണ്ട്, ചായയും പോട്ടെ.